സ്വാതി, എപ്പോഴായിരുന്നു? ഇന്നലെ രാത്രിക്ക് ശേഷമായിരിക്കണം, അർദ്ധരാത്രിയോടുകൂടിയായിരിക്കണം ഈ നുഴഞ്ഞുകയറ്റം നടന്നത്. 7 ഭീകരരെ വധിച്ചു. എത്ര പേർ സംഘത്തിലുണ്ടായിരുന്നു? എന്താണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ BSF പങ്കുവയ്ക്കുന്നത്? സിജു, ഇപ്പോൾ BSF നൽകുന്ന വിവരം അനുസരിച്ച് ഏകദേശം പുലർച്ചെയോടെയാണ് ഇത്തരത്തിൽ ആക്രമണം നടന്നിട്ടുള്ളത്. നേരത്തെ തന്നെ BSF ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ നൽകിയിരുന്നു. നിരന്തരമായി ഈ പാകിസ്ഥാൻ ബോർഡറിൽ നിന്നും അതിർത്തി ഭാഗങ്ങളിൽ നിന്നും നിരന്തരമായുള്ള നുഴഞ്ഞുകയറ്റം ഇന്ത്യയിലേക്ക് നടത്താനുള്ള ശ്രമങ്ങളുണ്ട്. ആ ശ്രമങ്ങളെയൊക്കെയും വിജയകരമായി പരാജയപ്പെടുത്തി എന്ന തരത്തിലുള്ള സൂചനകൾ BSF വൃത്തങ്ങൾ തന്നെ നേരത്തെ പുറത്തുവിട്ടിരുന്നു. എന്നാൽ അത് സംബന്ധിച്ച കൂടുതൽ സ്ഥിരീകരണത്തിലേക്കാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ വ്യക്തമാകുന്നത്. 7 ഭീകരരെയാണ് ഈ നുഴഞ്ഞുകയറ്റത്തിന് പിന്നാലെ ഉണ്ടായിട്ടുള്ള 7 ഭീകരരെ ഇപ്പോൾ BSF സേന വധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. നുഴഞ്ഞുകയറ്റം സംബന്ധിച്ച കൃത്യമായ ഒരു നിലപാട് അല്ലെങ്കിൽ കേന്ദ്ര സേന എടുത്തിട്ടുണ്ട്, അതിർത്തി സേന എടുത്തിട്ടുണ്ട് എന്നുള്ളതും കൃത്യമായ നിരീക്ഷണവും ജാഗ്രതയിലൂടെയും 7 ഭീകരരെ വധിക്കാൻ സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വ്യക്തമായ സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് BSF ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അത് ഉണ്ടായിട്ടുള്ളത് ജമ്മു കാശ്മീരിലെ സാംബ ജില്ലയിലാണ്. അതായത് അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്നിട്ടുള്ള പ്രദേശത്താണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത്, അതായത് നുഴഞ്ഞുകയറ്റം ഉണ്ടായത്. അപ്പോൾ തന്നെ അതിനെ പരാജയപ്പെടുത്തുന്ന നീക്കങ്ങൾ ഇന്ത്യയുടെ സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ പോസ്റ്റായിട്ടുള്ള ധൻഗറിൽ വലിയ തരത്തിലുള്ള നാശനഷ്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. നിരന്തരമായി ഈ പാകിസ്ഥാൻ പോസ്റ്റുകൾ ലക്ഷ്യമാക്കി ഇപ്പോൾ നിരന്തരമായുള്ള ആക്രമണങ്ങൾ എന്തായാലും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് തുടരുന്നു. പ്രത്യേകിച്ചും പ്രകോപനങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് ഈ ജാഗ്രത കൂടുതലായി വിന്യസിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇത്തരത്തിൽ BSFന് നിർദ്ദേശം നൽകിയിരുന്നു. ഏത് തരത്തിലുള്ള പ്രകോപനത്തിനും അതിന് തിരിച്ചടി നൽകണമെന്നുള്ള കൃത്യമായ നിർദ്ദേശം നൽകുകയും ആ തരത്തിൽ ഇങ്ങോട്ട് ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കുക തന്നെ വേണമെന്ന നിർദ്ദേശം കൊടുക്കുകയും BSF അത് കൃത്യമായി തന്നെ പാലിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തകളിൽ നിന്നൊക്കെയും വ്യക്തമാകുന്നത്. ഇപ്പോൾ 7 ഭീകരരെ വധിച്ചിട്ടുണ്ട് എന്ന് BSF നൽകുന്ന വിവരമനുസരിച്ച് പറയുവാൻ കഴിയും. പക്ഷേ ഭീകരരുടെ പേര് സംബന്ധിച്ചോ മറ്റു വിവരങ്ങൾ സംബന്ധിച്ചോ ഇതുവരെയും അത് സംബന്ധിച്ച വിശദാംശങ്ങളൊന്നും BSF പുറത്തുവിട്ടിട്ടില്ല. അത് വരുന്ന മണിക്കൂറുകളിൽ ലഭിക്കും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്.